ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 500 ml. നമ്മൾ മിൽമേടൊക്കെ ഒരു പാക്കറ്റ് പാൽ മേടിക്കില്ലേ, ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എടുക്കേണ്ടി വരും. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ നടുക്ക് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജലാറ്റിനോ അതുപോലെ തന്നെ ചൈന ഗ്രാസോ ഒന്നും ചേർക്കണില്ല. ഒരു കോഫി പുഡിങ്ങാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിലും മതിയാവും. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കോൺഫ്ലോറും ഇതുപോലെ തന്നെ നമ്മൾ കോഫി പൗഡർ എങ്ങനെയാണോ മിക്സ് ചെയ്തത് അതുപോലെ തന്നെ ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കോഫി മിക്സ് ആദ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോഫി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അതാകുമ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് എല്ലാവരും ഒരുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോറിൻ്റെ മിക്സർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും കൈ എടുക്കാതെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഏകദേശം ഈ ഒരു സ്ട്രക്ചറിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കാം കേട്ടോ. നന്നായിട്ട് നല്ല തിക്കായിട്ട് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഉടനെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള മോൾഡും ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുക. എല്ലാവരും ഒരുപോലെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അധികം ചൂടാറാതെ തന്നെ നമ്മൾ ഈ മോൾഡിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കട്ടയായി പോവും, ഒരുപാട് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ആ മോൾഡ് സെറ്റ് ചെയ്യണ ആ ഒരു സമയം അത് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മാറ്റി കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് പുറത്തിരുന്ന് തന്നെ നന്നായിട്ട് തണുക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ പുറത്തിരുന്ന് നന്നായിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. കൂടി വന്നാൽ ഒരു 2 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും വെച്ചേക്കണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഇതിലാണ് വെച്ചത്, ഫ്രീസറിലൊന്നുമല്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പുഡിങ്ങൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി കത്തി വെച്ചിട്ടൊന്നും സൈഡൊന്നും കട്ട് ചെയ്യേണ്ട, വെറുതെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത കാരണം നല്ല അടിപൊളിയായിട്ട് ഇട്ട് പോരും. നല്ല സോഫ്റ്റായിട്ട് ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ വളരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവരും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.